നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 12-ാം തീയതി, 1201 ആണ്ട് ചിങ്ങമാസം 27-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഉദയനക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രം അത്ര കണ്ട് ശുഭനക്ഷത്രമല്ല. ദിവസം കൊള്ളാം, വെള്ളിയാഴ്ചയാണ്, ശുക്രൻ്റെ ദിവസമാണ്. പക്ഷെ ഇന്നത്തെ നക്ഷത്രം അത്ര നല്ലതല്ല. അതുകൊണ്ട് ശുഭകാര്യങ്ങൾക്ക് അത്ര നല്ല ദിവസമല്ല. പക്ഷെ ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് നിങ്ങൾക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാൽ നിൽക്കുന്നവർക്ക് അത് പരിഹരിക്കപ്പെടും. അതുപോലെയുള്ള ശുഭഫലങ്ങൾ കുടുംബത്തിനകത്ത് വരാൻ സഹായകരമായി തീരും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നിങ്ങൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 10:30 മണി മുതൽ 12 മണി വരെയാണ് രാഹുകാലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം വരുന്നത് ശരിക്ക് 10:50 തൊട്ടേ ആരംഭിക്കുകയുള്ളൂ. 12:21 വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം ശുഭയാത്രയ്ക്ക് എടുക്കരുത്. പ്രത്യേകിച്ച് യാത്രയ്ക്ക് മാത്രമേ രാഹുകാലം ബാധകമുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് അത്ര മുഹൂർത്തമുള്ള ദിവസമല്ല. എങ്കിൽ പോലും ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അല്ലെ, ഗുളികൻ്റെ ബന്ധം വരുന്ന സമയമാണ് 7:49 മണി മുതൽ 9:19 വരെയും. അതുപോലെ യമകണ്ഠകാല സമയം വരുന്നത് 3:22 തൊട്ട് 4:53 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് ഇന്നത്തെ ദിവസം 11:57 തൊട്ട് ആരംഭിക്കും. 12:45 വരെ 48 നേരം അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. ഈ സമയം ഒരു പോസിറ്റീവ് കവചം നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോസിറ്റീവായിട്ട് കലാശിക്കും. അപ്പോൾ ഈ സമയം നമുക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഈ സമയം തിരഞ്ഞെടുക്കുക. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് പോകുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. ശുക്രൻ്റെ കളറായ റെഡ് മിക്സ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.